മതസംഘടനകൾ, എൻജിഒകൾ, സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ തുടങ്ങിയവ വിദേശ ധനസഹായം സ്വീകരിക്കുന്നതും ഉപയോഗിക്കുന്നതും ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നത് FCRA അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് വഴിയാണ്. രാഷ്ട്രീയം, പൊതുജീവിതം തുടങ്ങിയവയിലുള്ള വിദേശ സ്വാധീനം തടയുക, ഫണ്ടിങ്ങിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കുക, ദേശീയ സാമൂഹിക സുരക്ഷയെ ബാധിച്ചേക്കാവുന്ന വിദേശ പണമൊഴുക്ക് നിയന്ത്രിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. FCRA രജിസ്റ്റർ ചെയ്ത 17,000 സ്ഥാപനങ്ങൾ രാജ്യത്ത് നിലവിലുണ്ട്. 2021 ഇത് 40,000 ആയിരുന്നു. 2020 3 പ്രധാന ഭേദഗതികളാണ് നടപ്പിൽ വരുത്തിയത്. സ്ഥാപനങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് പരിധി 50% നിന്ന് 20% കുറച്ചു. മറ്റ് ചെറിയ എൻജിഒകളുമായി ഫണ്ട് വീതം വയ്ക്കുന്നത് നിരോധിച്ചു. SBI ന്യൂഡൽഹി വഴിയുള്ള കേന്ദ്രീകൃത ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കി. 2026 മാർച്ചിൽ അവതരിപ്പിച്ച പുതിയ ഭേദഗതി ബില്ലിൽ നിന്നാണ് ഇപ്പോഴത്തെ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. FCRA ലൈസൻസ് റദ്ദാക്കിയാൽ ആസ്തികളുടെ മേലുള്ള സർക്കാർ നിയന്ത്രണം, അംഗീകാരമില്ലാതെ ആസ്തികൾ കൈമാറ്റം ചെയ്യുന്നതിനും വിൽക്കുന്നതിനുമുള്ള നിയന്ത്രണങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, നിർബന്ധിത മതപരിവർത്തനം എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടികൾ എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിദേശ ഫണ്ടുകളുടെ ദുരുപയോഗം തടയുക, ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക, യഥാർത്ഥ എൻജിഒകൾ മാത്രം പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. FCRA ലൈസൻസ് റദ്ദാക്കിയാൽ സർക്കാരിന് ഫലപ്രദമായി സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ കഴിയുമെന്ന് വിമർശകർ പറയുന്നു. സർക്കാർ കടന്നുകയറ്റം നടത്തുമെന്ന ഭയമാണ് പ്രതിഷേധങ്ങൾക്കുള്ള മൂലകാരണം. ചില മതവിഭാഗങ്ങൾ നടത്തുന്ന എൻജിഒകൾക്ക് ഉയർന്ന വിദേശ സംഭാവനകൾ ലഭിക്കുന്നുണ്ടെങ്കിലും FCRA എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് പ്രതിഷേധങ്ങൾ ഭാഗികമായി നിയമപരവും പ്രധാനമായും രാഷ്ട്രീയാധിഷ്ഠിതവുമാണ്.